വിശദമായി കിടക്കാം. മുമ്പെങ്ങുമില്ലാത്ത വിധം മാർച്ച് ആയപ്പോഴേക്കും കേരളം അത്യുഷ്ണത്തിന്റെ പിടിയിലായി കഴിഞ്ഞു. ജലസംഭരണികളെല്ലാം ഏതാണ്ട് വരണ്ടു കഴിഞ്ഞു. പകൽ സമയം പുറത്തിറങ്ങുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെച്ച് തുടങ്ങുമെന്നതാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. സാധാരണ ഏപ്രിൽ പകുതി ആകുമ്പോൾ കേട്ടിരുന്ന സൂര്യാതപവും കുഴഞ്ഞു വീഴലുമൊക്കെ ഇപ്പോൾ തന്നെ നമ്മൾ കേട്ടുകഴിയുന്നു. കാലാവസ്ഥ കടുത്തുകൊണ്ടിരിക്കുകയാണ്. വേനൽ മഴ പ്രതീക്ഷിച്ചത്രയും അളവിലെത്തിയിട്ടുമില്ല. കേരളത്തിന് ചുട്ടുപൊള്ളുകയാണ്. നമ്മൾ കൂടുതൽ ജാഗ്രതയോടെ കരുതിയിരിക്കണം. ന്യൂസ് 18 ലൈവത്തോൺ വരുന്ന മണിക്കൂറിൽ എന്താണ് സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യമെന്ന് വിശദമായി പരിശോധിക്കുകയാണ് കത്തുന്ന കേരളം. സംസ്ഥാനത്ത് ചൂട് ഇനിയും ഉയരുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ ഏപ്രിൽ മെയ് മാസത്തിൽ സ്ഥിതി കൂടുതൽ ഗുരുതരമാകും. ഉഷ്ണതരംഗത്തിനും സാധ്യതയുണ്ട്. ഓരോ വർഷവും ചൂട് ഉയരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അൾട്രാ വയലറ്റ് ഇൻഡെക്സ് റെഡ് അലർട്ടിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ജില്ലകളിൽ 35 ഡിഗ്രിക്ക് മുകളിലാണ് ശരാശരി ചൂട്. പാലക്കാട് 38 എത്തിയപ്പോൾ UV ഇൻഡെക്സും അവിടെ ഉയർന്നിട്ടുണ്ട്. മലയോര മേഖലകളായ വയനാടും ഇടുക്കിയിലും ചൂട് 35 ഡിഗ്രി കടന്നു. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ സ്ഥിതിഗതികൾ ഗുരുതരമാകും. UV ഇൻഡെക്സ് പല സ്ഥലങ്ങളിലും കൂടുന്നതായിട്ട് നമ്മുടെ കാലാവസ്ഥ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. UV ഇൻഡെക്സിനെ തീർച്ചയായിട്ടും ഈ ഗ്ലോബൽ വാർമിങ് ഒരു ഇൻഡയറക്റ്റ്ലി അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിശക്തമായിട്ടുള്ള മഴ അതൊരു എൻഡ്, പിന്നെ വരൾച്ച അത് വേറൊരു എൻഡ്. അപ്പം ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് തന്നെ ഈ ക്ലിയർ സ്കൈ കണ്ടീഷൻസ് പ്രൊലോങ് ചെയ്യിപ്പിക്കുകയും ഒരു ഡ്രൈ കണ്ടീഷൻ പ്രൊലോങ് ചെയ്യിപ്പിക്കാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ്. ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ ചൂട് കൂടാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. സംസ്ഥാനത്ത് UV ഇൻഡെക്സ് കൂടുന്നത് പതിവാണെങ്കിലും വേനൽക്കാലത്തിന്റെ തുടക്കത്തിലെ ഇത്ര ഉയരുന്നതാണ് ആശങ്ക. നേത്ര ത്വക്ക് രോഗങ്ങൾക്കുള്ള സാധ്യതയും വർദ്ധിക്കുകയാണ്. അന്തരീക്ഷത്തിനും കാര്യമായ വ്യത്യാസങ്ങൾ സംഭവിക്കും. മേഘവിസ്ഫോടനം പോലുള്ള പ്രതിഭാസത്തിന്റെയും സാധ്യതകൾ വർദ്ധിക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് പോലെ UV ഇൻഡെക്സ് അൾട്രാ വയലറ്റ് രശ്മികളുടെ സാന്നിധ്യം സംസ്ഥാനത്ത് പകൽ സമയങ്ങളിൽ കൂടുതലായി അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് കൂടുതൽ ജാഗരൂകമാകണമെന്ന മുന്നറിയിപ്പ് ഉണ്ടാവുന്നത്. സംസ്ഥാനത്ത് തുടർച്ചയായ 2ാം വർഷവും ഉഷ്ണതരംഗ സാധ്യത ഉണ്ട് എന്നതാണ് പുതിയ മുന്നറിയിപ്പ്. കഴിഞ്ഞ വർഷമാണ് സംസ്ഥാനത്ത് ആദ്യമായി ഉഷ്ണതരംഗമുണ്ടായത്. ഫെബ്രുവരിയിലും മാർച്ച് മാസം ഇതുവരെയും ശരാശരിയേക്കാൾ കൂടുതൽ ചൂടാണ് സംസ്ഥാനത്ത് രേഖപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ ചൂട് ഇനിയും കൂടാനാണ് സാധ്യത. ഒന്നിലധികം സ്ഥലങ്ങളിൽ തുടർച്ചയായ 2 ദിവസം 40 ഡിഗ്രിയിലധികം ചൂടോ, തുടർച്ചയായ ദിവസങ്ങളിൽ സാധാരണയേക്കാൾ 4.5 ഡിഗ്രിയിലധികം ചൂടോ രേഖപ്പെടുത്തുമ്പോഴാണ് ഉഷ്ണതരംഗം ഉണ്ടായതായി പ്രഖ്യാപിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ പാലക്കാട്ടും കണ്ണൂരുമായി സംസ്ഥാനത്ത് 2 തവണ ഉഷ്ണതരംഗമുണ്ടായി. 4 തവണ ഉഷ്ണതരംഗ മുന്നറിയിപ്പും ഉണ്ടായിരുന്നു. ഉത്തരേന്ത്യയിലൊക്കെ സ്ഥിരം പ്രതിഭാസമായ ഉഷ്ണതരംഗം കേരളത്തിന് ആദ്യ അനുഭവമായിരുന്നു അന്ന്. ഇപ്പോഴത്തെ ചൂട് കണക്കുകൾ വിശകലനം ചെയ്യുമ്പോൾ ഉഷ്ണതരംഗ സാധ്യതയാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. 2019 മുതലാണ് ഈ വിധം കേരളത്തിലെ താപനിലയിൽ വലിയ വർധന കാണാൻ തുടങ്ങിയത്. ഏപ്രിൽ മാസത്തിലാണ് വേനൽ അതിന്റെ പാരമ്യത്തിലെത്തുന്നത്. എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ 40 ഡിഗ്രി ചൂട് രേഖപ്പെടുത്തിയിരുന്നു. ആ ദിവസം രാജ്യത്തു തന്നെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനിലയായിരുന്നു കണ്ണൂരിലേത്. എൽ നിനോ പ്രതിഭാസമാണ് കഴിഞ്ഞ വർഷം ലോകവ്യാപകമായി ചൂട് ഉയരാൻ കാരണമായത്. ഒരു തീരദേശ സംസ്ഥാനമായതുകൊണ്ട് തന്നെ നമുക്ക് ഹ്യൂമിഡിറ്റിയുടെ ഇമ്പാക്ട് കൂടി ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നമ്മൾ ടെമ്പറേച്ചർ ആയിട്ട് നമുക്ക് മെഷർമെന്റ് ആയി കിട്ടുന്ന ടെമ്പറേച്ചറും നമ്മൾ ഫീൽ ചെയ്യുന്ന ടെമ്പറേച്ചറും ഡിഫറന്റ് ആയിരിക്കും. ഇപ്പം നമുക്കൊരു 35-36 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴേക്കും തന്നെ പലപ്പോഴും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അസ്വസ്ഥതകൾ ഉണ്ടാവാം. 37 ഡിഗ്രി സെൽഷ്യസ് എത്തുന്നതോട് കൂടി തന്നെ നമുക്ക് പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടാം. അപ്പൊ അത് കേരളത്തിനെ സംബന്ധിച്ചുള്ള ഒരു ഗൗരവമായ കാര്യമാണ്. ഹ്യൂമിഡിറ്റിയുടെ ഇമ്പാക്ട് ഉള്ളത് കൊണ്ട് ഈ 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ മാറുമ്പോൾ തന്നെ നമുക്ക് വലിയ രീതിയിൽ അസ്വസ്ഥതകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ കോസ്റ്റൽ മേഖലകളിലൊക്കെ നോക്കുവാണെങ്കിൽ പലപ്പോഴും നമുക്ക് 37-38 ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് ഒരു പ്രയാസമുണ്ടാക്കുന്ന, ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന ടെമ്പറേച്ചർ തന്നെയാണ്. നമ്മളാണെങ്കിൽ ചെറിയ ലാൻഡ് സ്ലിപ്പാണ്. ഇവൻ നമ്മുടെ ഏറ്റവും ദൂരെയുള്ള അല്ലെങ്കിൽ പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുള്ള സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ നമുക്ക് വലിയ ഹ്യൂമിഡിറ്റി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യും. ഉഷ്ണതരംഗം വീശിയടിച്ച് 2024 ചൂടേറ്റ് 5 മരണങ്ങളാണ് കേരളത്തിലുണ്ടായത്. 2019 1 മരണമുണ്ടായത് മാറ്റി നിർത്തിയാൽ
കൊടും ചൂടിൽ ജീവൻ നഷ്ടപ്പെടുന്നത് കേരളത്തിന് പുതുമയായിരുന്നു. ഈ വർഷവും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ സാധാരണയേക്കാൾ കൂടിയ ചൂടാണ് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്നലെയും കൊല്ലം, പത്തനംതിട്ട, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ 38 ഡിഗ്രി വരെയും ആലപ്പുഴയിൽ 37, കോട്ടയത്തും കണ്ണൂരും 36 ഡിഗ്രി ചൂടുണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു. മറ്റു ജില്ലകളിലും ശരാശരിയേക്കാൾ ചൂട് കൂടാമെന്ന മുന്നറിയിപ്പുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.